നമസ്കാരം. നിസ്സാര കുടുംബ പ്രശ്നങ്ങൾ പോലും രക്തച്ചൊരിച്ചിലിൽ കലാശിക്കുന്ന കാലമാണിത്. പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ പോലും യഥാസമയം പരിഹരിക്കാത്തത് വലിയ അതിക്രമങ്ങൾക്ക് കാരണമാകുന്നു. ചേർത്തലയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നപ്പോൾ വർക്കലയിൽ നിന്നുള്ളത് അകന്നു കഴിയുന്ന ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച വാർത്തയാണ്. കോട്ടയത്താവട്ടെ കുടുംബ വഴക്കിനെ തുടർന്ന് ആദ്യം ഭാര്യയും പിന്നാലെ ഭർത്താവും കിണറ്റിൽ ചാടി. ഇതിനൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഇടുക്കിയിൽ ഒരു കുടുംബം മക്കളെ കൊന്ന ശേഷം ജീവനൊടുക്കിയ സങ്കടകരമായ വാർത്തയുമുണ്ട്. ഈ വാർത്തകളിലേക്കൊക്കെയാണ് പോലീസ് പെട്രോൾ കടക്കുന്നത്. സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഹരിദാസ് പണിക്കരാണ് അറസ്റ്റിലായത്. വഴക്കിനിടയിൽ ശ്വാസം മുട്ടിച്ചാണ് ഇയാൾ ഭാര്യ സുമിയെ കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം സുമിയുടെ സംസ്കാരം നടത്താനായി തയ്യാറെടുക്കുന്നതിനിടയിൽ നാട്ടുകാർക്ക് തോന്നിയ സംശയമാണ് കൊലയുടെ ചുരുളഴിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് വ്യക്തമായതോടെ ഹരിദാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1:15 സുമിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബോധരഹിതയായി സോഫയിൽ കിടക്കുന്നുവെന്ന് അയൽവാസിയെ ഭർത്താവ് ഹരിദാസ് പണിക്കർ അറിയിക്കുകയായിരുന്നു. വീട്ടിലേക്കെത്തിയ അയൽവാസികൾ കണ്ടത് വായിലും മൂക്കിലും കൂടി രക്തം വരുന്ന നിലയിൽ സോഫയിൽ ചാരിക്കിടക്കുന്ന സുമിയെയാണ്. ആശുപത്രിയിലെത്തിക്കാൻ പറഞ്ഞെങ്കിലും ഹരിദാസ് തയ്യാറായില്ല. സംസ്കാരം നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. സംസ്കാരത്തിന് മുൻപ് പട്ടണക്കാട് പോലീസ് വീട്ടിലെത്തി ഹരിദാസിനെ കസ്റ്റഡിയിലെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ ശരീരത്തിൽ മർദ്ദനമേറ്റ പരിക്കുകളും കഴുത്തു ഞെരിച്ച പാടുകളും കണ്ടെത്തിയിരുന്നു. സുമിയുടെ ബന്ധു നൽകിയ പരാതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ശ്വാസം മുട്ടിയുള്ള മരണമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പട്ടണക്കാട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് ഹരിദാസ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ദീർഘനാളായി മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സുമി. ഇവർ തമ്മിൽ നേരത്തെയും വഴക്കുണ്ടായിരുന്നുവെന്നും സഹിക്കാതെ വന്നപ്പോൾ കൊലപ്പെടുത്തിയതാണെന്നുമാണ് പ്രതി പോലീസിൽ നൽകിയ മൊഴി. കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കണക്കെഴുത്തുകാരനാണ് ഹരിദാസ്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. പട്ടണക്കാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം വർക്കലയിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ബന്ധുവിനും പ്രദേശവാസിക്കും വെട്ടേറ്റു. ഏറെക്കാലമായി അകന്നു കഴിയുന്ന ഭാര്യയിൽ നൌഷാദിനുള്ള സംശയമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് സൂചന. വീട്ടിൽ നിന്നും പുറത്തുപോയ യുവതി മടങ്ങിയെത്താൻ വൈകിയത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കായിക്കര സ്വദേശി നൌഷാദ് അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. കായിക്കര സ്വദേശി നൌഷാദും ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇയാളുടെ ഭാര്യ ഇലകമണിലാണ് താമസം. വൈകുന്നേരത്തോടെ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്ന മകളെ നൌഷാദ് ഫോണിൽ വിളിച്ചു. ഈ സമയം യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ മറ്റൊരു യുവതിയുമായി പുറത്തുപോയിരുന്നു. വൈകിയും മടങ്ങിയെത്തിയില്ലെന്ന് മനസ്സിലാക്കിയ നൌഷാദ് ഭാര്യ വീട്ടിലെത്തുകയായിരുന്നു. എട്ട് മണിയോടെ യുവതി തിരിച്ചെത്തി. പ്രകോപിതനായ നൌഷാദ് ക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് നിലത്ത് വീണ യുവതിയെ ഇയാൾ തുടർന്നും മർദ്ദിച്ചു.
മാറ്റാൻ ശ്രമിച്ച ബന്ധുക്കളെയും പരിസരവാസികളെയും നൌഷാദ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇയാളെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 വർക്കല. ഇടുക്കി ഉപ്പുതറയിലേക്കാണ് ഇനി പോലീസ് പട്രോൾ പോകുന്നത്. ഇവിടെ ഒരു കുടുംബത്തിലെ 4 പേരെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കൊന്ന ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതായിട്ടാണ് നിഗമനം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടുംബത്തിന് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നതായി സജീവിന്റെ പിതാവ് ആരോപിച്ചു. ഉപ്പുതറ 9 ഏക്കർ കാവേരിമോട്ട സ്വദേശി പട്ടത്തമ്പലം സജീവ് മോഹൻ, ഭാര്യ രേഷ്മ, മക്കളായ ദിയ, ദേവൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓട്ടോ ഡ്രൈവറായിരുന്ന സജീവ് ഓട്ടോ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് 3 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ നിരന്തര ഭീഷണി ഉണ്ടായി. അതേ തുടർന്നാണ് കൂട്ട ആത്മഹത്യയെന്നാണ് സജീവിന്റെ പിതാവ് മോഹൻ പറയുന്നത്. 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി സീറ്റ് കിടക്കുന്നത് മാസം 2 മാസത്തെ കുടിശ്ശിക വന്നിട്ട് അയാൾ വിളിച്ച് കണ്ടമാനം പേര് വിളിച്ച് ഏലപ്പാറക്കാരനതിൻ്റെ അവൻ വിളിച്ച് പേര് വിളിച്ച് എന്നെയും വിളിച്ച് പണിയ സമയത്ത് ഒരു 5-6 കോളി വിളിച്ചിട്ട് എൻ്റെ പേര് വിളിക്കാൻ ഭീഷണിപ്പെടുത്തുമെന്ന് ഞങ്ങൾ ആ കാരണത്തിൽ എൻ്റെ ചെറുക്കം പോയത് ഇവന്മാർ ഞാൻ സിയോടെ പറഞ്ഞിട്ടുണ്ടെന്നില്ല. ആ കട സാഗരത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കടയാണ്. ഏത് ഫൈനാൻസ് പേരറിയാവോ? ഓട്ടോറിക്ഷ അവരെ വിളിച്ചോണ്ട് പോയോ? ഓട്ടോറിക്ഷ വേറെ എടുത്തുണ്ട്. 2 ഫൈനാൻസുകാരെ ഞങ്ങളെ വിളിച്ച തെരുക്ക താനൊക്കെ വന്ന് ഏലപ്പാറമ്പത്ത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഉച്ചയ്ക്ക് ഒരു 3 ട്രിപ്പാണ് വിളിച്ചിട്ടുണ്ട്. സജീവിന്റെ അമ്മയാണ് മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അയൽവാസികൾ ഉപ്പുതറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടികളെ കൊന്ന ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട വലിയന്തിയിൽ വൃദ്ധ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. മേക്കേടൂർ സ്വദേശികളായിട്ടുള്ള രാജമ്മ, അപ്പുനാരായണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളും രോഗബാധയും മരണത്തിന് ആത്മഹത്യയ്ക്ക് കാരണമായി എന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെയാണ് അപ്പുനാരായണനെയും രാജമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് ഇവർ വീട് വാടകയ്ക്കെടുത്ത് താമസം മാറിയത്. സാമ്പത്തികമായി ഏറെ പ്രയാസം നേരിട്ടിരുന്നു. രോഗങ്ങളും അലട്ടിയിരുന്നു. ഇതാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് നിഗമനം. അച്ഛന് ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. പിന്നെ അമ്മയെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അവൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉള്ളിൽ പേടി നിൽക്കുക. അങ്ങനെ ആ അമ്മയ്ക്കും പ്രശ്നം. അമ്മ വീട്ടിൽ കരയും, പേടിച്ചൊക്കെ മാതാവിനെയൊക്കെ പ്രാർത്ഥിക്കും. വിഷമന്മാർ സ്ഥലമൊന്നുമില്ല, 2 സെൻറ്റ് സ്ഥലമേ ഉള്ളായിരുന്നു. അത് ഇവർക്ക് സൊസൈറ്റിയിലെ കടത്തിന് വിറ്റ് പിന്നെ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്ന് വന്നിട്ട് ഇവർ ഓണത്തിന് വന്നതാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. അമ്മ വിളിച്ചതാണ്, നീ പോരെ വയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞങ്ങളിന്ന് പോകുന്നതാണ്. പോകുന്നിപ്പോൾ 2-3 ദിവസം ആയതുള്ളൂ വീട്ടിൽ വന്നിട്ട്. കടബാധ്യത തീർക്കാനായി മുൻപ് പത്തനംതിട്ടയിലെ വീട് ഇവർ വിറ്റിരുന്നു. പിന്നീട് കോഴിക്കോടായിരുന്നു താമസം. മകനും കുടുംബവും ഇവർക്കൊപ്പമായിരുന്നു. പത്തനംതിട്ട മേക്കയൂർ സ്വദേശികളാണ് വൃദ്ധ ദമ്പതികൾ. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയം ഏറ്റുമാനൂരിൽ ഭാര്യയും ഭർത്താവും കിണറ്റിൽ ചാടി. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ കിണറ്റിൽ ചാടിയതിന് പിന്നാലെയാണ് ഭർത്താവും ചാടിയത്. കണ്ണമ്പുര സ്വദേശി ശിവരാജ്, ഭാര്യ ജിനു എന്നിവരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു.
സംഭവത്തിൽ ഇരുവരും പരസ്പരം പഴിചാരുകയാണ്. ഏറെക്കാലമായി തുടർന്നിരുന്ന കുടുംബ വഴക്കാണ് പുതിയ തലത്തിലേക്ക് കടന്നത്. തർക്കത്തിനിടെ ഭർത്താവ് ശിവരാജ് ഭാര്യ ജിനുവിന്റെ ഫോൺ കൈക്കലാക്കി. ഇതോടെയാണ് ജിനു വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടിയത്. തൊട്ടു പിന്നാലെ ഭർത്താവും ചാടി. വിവരമറിഞ്ഞെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും മുന്നിലും കിണറ്റിൽ കിടന്നുകൊണ്ട് ഇരുവരും പരാതികൾ തുടർന്നു. പിന്നെ ഇഷ്ടം നീ അവിടെ നിന്നാ മതി. അവളായിട്ട് കയറ്റണ്ട. നീ അവിടെ നിൽക്കാ. നീ അവിടെ കയറാൻ പറ്റുള്ളൂ. ഇതാരുടെ വീടാ? ഇവര് വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ കണ്ണം പറയുന്ന വീട്ടിൽ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തിയതാ. സമീപവാസിയായ സ്ത്രീയുമായി ശിവരാജിന് ബന്ധമുണ്ടെന്നാണ് ജിനുവിന്റെ ആരോപണം. സ്വന്തം വീട്ടിലായിരുന്ന തന്നെ വിളിച്ചു വരുത്തി ഭാര്യ വഴക്കുണ്ടാക്കുകയായിരുന്നു എന്ന് ശിവരാജ് പറയുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറിന് അധികം ആഴമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവർക്കും ഗുരുതര പരിക്കേറ്റില്ല. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ് കേരളത്തെ നടുക്കിയതാണ്. ഈ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഈ മാസം 21-ന് കേസിൽ വിധി പറയും. കന്യാകുമാരി ജില്ലാ കളക്ടറോടക്കം പ്രതി രാജേന്ദ്രനെ കുറിച്ച് 7 റിപ്പോർട്ടുകളാണ് കോടതി തേടിയിട്ടുള്ളത്. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദൃക്സാക്ഷികളിലായിരുന്ന കേസിൽ കൊലപാതകത്തിനും മുമ്പും ശേഷവുമുള്ള പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് പ്രതി തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കന്യാകുമാരി, തിരുവനന്തപുരം കളക്ടർമാരടക്കമുള്ള 7 റിപ്പോർട്ടുകൾ തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, കന്യാകുമാരി, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരും 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസം എന്ന് വിനീതയുടെ ബന്ധുക്കളും പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീനും പ്രതികരിച്ചു. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാരച്ചെടി കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കഴുത്തിന് പിന്നിൽ കുത്തി കൊലപ്പെടുത്തിയത്. 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിൽ റെയിൽവേ TTE കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ BSF ജവാൻ പിടിയിലായി. കൊല്ലങ്കോട് സ്വദേശി രതീഷ് ഫ്രാൻസിസ് എന്ന ജവാനാണ് പിടിയിലായത്. എറണാകുളം സ്വദേശിയും കന്യാകുമാരി ബംഗളൂരു പാസഞ്ചറിലെ ഉദ്യോഗസ്ഥനുമായ ജയേഷാണ് ആക്രമണത്തിന് ഇരയായത്. എറണാകുളം സ്വദേശിയും കന്യാകുമാരി ബംഗളൂരു പാസഞ്ചറിലെ ഉദ്യോഗസ്ഥനുമായ ജയേഷാണ് ആക്രമണത്തിന് ഇരയായത്. ഉച്ചയോടെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. കുടുംബത്തോടൊപ്പം തിരുവനന്തപുരം മ്യൂസിയം കാണാൻ പോവുകയായിരുന്നു പ്രതി രതീഷ് ഫ്രാൻസിസ്. ജനറൽ ടിക്കറ്റ് എടുത്ത ശേഷം സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞതോടെ പ്രകോപിതനായ രതീഷ് ജയേഷിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്.
കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചുവെന്നാണ് കേസ്. BSF ജവാനായ രതീഷ് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പറയുന്നു. തിരുവനന്തപുരം പേട്ട ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനമേറ്റ ജയേഷ്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ്. കേസിൽ പിടിയിലായ സുൽത്താൻ രാജ്യാന്തര മാഫിയ സംഘത്തിലെ കണ്ണിയാണെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വ്യക്തമാക്കുന്നു. ലഹരി വസ്തുക്കൾക്ക് പുറമെ സുൽത്താൻ സ്വർണ്ണക്കടത്തിലും പങ്കാളിയാണ്. മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്ര അതിർത്തിയിൽ നിന്നും പിടികൂടിയ സുൽത്താനെ ആലപ്പുഴയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആദ്യം അറസ്റ്റിലായ തസ്ലീമയെയും കൂട്ടാളി ഫിറോസിനെയും പലതവണ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി എക്സൈസിന് ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇരുവരും നൽകിയിരുന്നില്ല. തുടർന്ന് തസ്ലീമയുടെ മൊബൈൽ ഫോണും വാട്സപ്പ് ചാറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരിക്കടത്തിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താന്റെ പങ്ക് വ്യക്തമായത്. സുൽത്താൻ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന്റെ ഭാഗമാണെന്ന് എക്സൈസ് പറഞ്ഞു. ലഹരി വസ്തുക്കൾക്ക് പുറമെ സുൽത്താൻ സ്വർണ്ണക്കടത്തിലും പങ്കാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഷോപ്പിന്റെ മറവിലായിരുന്നു കള്ളക്കടത്ത്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ ബേസിക്കലി ഒരു സ്മഗ്ലറാണ്. ഗോൾഡ്, പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവ സ്മഗിൾ ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം വിൽക്കുന്ന ഒരു നേച്ചറാണ് ഉള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇയാൾ മലേഷ്യ, സിംഗപ്പൂർ, ബാങ്കോക്ക്, ദുബായ് എന്നീ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഇന്നിപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ നമ്മൾ ഇന്ന് ഇവിടുത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത്. ലഹരി വസ്തുക്കൾ ഭാര്യ തസ്ലീമയാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത്. സിനിമാ താരങ്ങളുമായും ഇടപാട് നടത്തിയത് തസ്ലീമയാണ്. തസ്ലീമയും സുൽത്താനെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനം. കസ്റ്റഡിയിൽ സബ്സിക്വന്റ് ആയിട്ടേ വാങ്ങത്തുള്ളൂ. കസ്റ്റഡിയിൽ വാങ്ങി സബ്സിക്വന്റ് ആയിട്ട് ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരം അറിയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നത്. അല്ല, അത് ഇനിയിപ്പോൾ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഫർദർ അന്വേഷണം നടക്കും. ചാർജ് ഷീറ്റ് ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കും. നടൻ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഉടൻ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് സ്ഥിരീകരിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. സിനിമാ പ്രവർത്തകരുടെ ലഹരി ഉപയോഗം ഏറെ ചർച്ചയായിട്ടുള്ള സമയമാണിത്. നിവിൻ പോളി നായകനായ സിനിമയുടെ അണിയറ പ്രവർത്തകർ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. സ്റ്റണ്ട് ആർട്ടിസ്റ്റും തമിഴ്നാട് സ്വദേശിയുമായ മഹേശ്വറിന്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ഇയാളെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിനിമാ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്ന ഹോട്ടൽ മുറിയിലായിരുന്നു എക്സൈസിന്റെ മിന്നൽ പരിശോധന. സ്റ്റണ്ട് ആർട്ടിസ്റ്റായ മഹേശ്വറിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഡിക്ഷണറിയുടെ പുറംചട്ടയുള്ളതും താക്കോൽ കൊണ്ട് തുറക്കാവുന്നതുമായ പെട്ടിക്കുള്ളിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. $16 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകനാണ് അറസ്റ്റിലായത്. സിനിമാ സെറ്റുകളിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനികളെ കുറിച്ച് വിവരം ലഭിച്ചെന്നും ഇവർ നിരീക്ഷണത്തിലാണെന്നും എക്സൈസ് അറിയിച്ചു. സിനിമാ ബന്ധമുള്ള യുവതിയിൽ നിന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് സ്റ്റണ്ട് ആർട്ടിസ്റ്റ് പിടിയിലാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടുപ്രസവത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ്. മരിച്ച അസ്മയെ പ്രസവ സമയത്ത് സഹായിച്ച വൈറ്റാട്ടി ഫാത്തിമ, അവരുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാത്തിമയെ അസ്മ മരിച്ച വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ സമൂഹമാധ്യമ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. മലപ്പുറം ഒതുക്കങ്ങൾ സ്വദേശികളാണ് ഫാത്തിമയും മകൻ അബൂബക്കർ സിദ്ദീഖും. അസ്മയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്ന ഫാത്തിമയെ തേഞ്ഞിപ്പലം പറമ്പിൽ പീടികയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഫാത്തിമയെ ഈസ്റ്റ് കോഡൂരിലെ സിറാജുദ്ദീന്റെ വാടക വീട്ടിലെത്തിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. പ്രസവം നടക്കുന്ന സമയം മുതൽ രാത്രി ഏറെ വൈകും വരെ ഫാത്തിമ സിറാജുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രസവത്തെ തുടർന്ന് അസ്മ അമിത രക്തസ്രാവമുണ്ടായി ഗുരുതരാവസ്ഥയിലായപ്പോൾ ഫാത്തിമ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഫാത്തിമയ്ക്കെതിരെ നരഹത്യയ്ക്കും തെളിവ് നശിപ്പിച്ചതിനുമാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളും മറ്റും അബൂബക്കർ സിദ്ദീഖുമായിട്ടാണ് ഉണ്ടായതെന്ന് പോലീസ് സൂചന നൽകുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്തതിനെതിരെയുള്ള വകുപ്പുകളാണ് അബൂബക്കർ സിദ്ദീഖിനെതിരെ ചുമത്തിയത്. സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഇയാളെ സഹായിച്ച എല്ലാവരും അന്വേഷണത്തിൽപ്പെടുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് വൈറ്റാട്ടിയുടെയും മകന്റെയും അറസ്റ്റ്. ന്യൂസ് 18 മലപ്പുറം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സഹോദരി ഭർത്താവിന് 3 ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ. കൊല്ലം കുളത്തൂപ്പുഴയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശിയായ 33-കാരനെയാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി TD ബൈജു ശിക്ഷിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് 3 മുക്കുറി സ്വദേശിയായ 33-കാരനെയാണ് 3 ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. ഇതിനു പുറമെ 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി TD ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. പിഴയൊടുക്കാത്ത പക്ഷം 8 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. പിഴയൊടുക്കിയാൽ ആ തുക അതിജീവിതയ്ക്ക് നൽകണം. ജില്ലാ ലീഗൽ അതോറിറ്റി അതിജീവിതയ്ക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ജീവപര്യന്തം തടവ് ജീവിതാവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. കൊല്ലം കുളത്തൂപ്പുഴ ചൊഴിയക്കോട് നിന്നാണ് പ്രതി വിവാഹം കഴിച്ചത്. 2017 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയും ഭാര്യയും താമസിച്ചിരുന്ന കുളത്തൂപ്പുഴയിലെ വീട്ടിൽ അവധി ദിവസങ്ങളിൽ പീഡനത്തിനിരയായ പെൺകുട്ടി വന്ന് താമസിച്ചിരുന്നു. ഈ കാലയളവിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. പീഡന വിവരം പെൺകുട്ടിയുടെ സഹോദരൻ അറിയുകയും അത് ഡയറിയിൽ എഴുതുകയും ചെയ്തു. ഈ ഡയറി പ്രതിയുടെ ഭാര്യ കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. 2017 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കുളത്തൂപ്പുഴ ചോഴിയക്കോട്ടുള്ള പ്രതിയുടെ ഭാര്യയും അതിജീവിതയുടെ സഹോദരിയും താമസിച്ചിരുന്ന വീട്ടിൽ ഈ അതിജീവിതയായ കുട്ടി അവധി ദിവസങ്ങളിൽ പോയി നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് കുട്ടി ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. കുട്ടിയുടെ മറ്റൊരു സഹോദരൻ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുള്ളതും ആയത് ഈ പ്രതിയുടെ ഭാര്യയെ കാണാനിടയായതും അതുവഴിയാണ് ഈ കേസിന് സംഭവത്തെപ്പറ്റി പുറത്തറിയുന്നതും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും. കുളത്തൂപ്പുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന CL സുധീറാണ് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇപ്പോൾ അന്നത്തെ കൊല്ലൂർ DYSP B കൃഷ്ണകുമാർ, ഇപ്പം തൃശ്ശൂർ പോലീസ് റൂറൽ പോലീസ് ചീഫ് B കൃഷ്ണകുമാർ IPS ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗം 39 രേഖകൾ ഹാജരാക്കി. 24 സാക്ഷികളെയും വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത്താണ് ഹാജരായത്. ന്യൂസ് 18 പുനലൂർ.
കോവിഡ് കാലത്ത് ഏറെ നടുക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച സംഭവം. ഈ കേസിൽ ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി. 2020 സെപ്റ്റംബർ 5-നായിരുന്നു കോവിഡ് രോഗിയായ പെൺകുട്ടിയെ രാത്രിയിൽ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴി ആറന്മുളയിലെ വിജനമായ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചത്. കോവിഡ് ബാധിതയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൌഫൽ കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2020 സെപ്റ്റംബർ 5-ന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. അടൂർ വടക്കത്തുകാവിൽ നിന്നും കോവിഡ് രോഗിയായ പെൺകുട്ടിയെയും മറ്റൊരു യുവതിയെയും ആംബുലൻസിൽ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോയത് നൌഷാദാണ്. യുവതിയെ കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ച ശേഷം പെൺകുട്ടിയെ പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയാണ് പീഡനം. രാത്രിയിൽ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡനത്തിന് ശേഷം പ്രതി പെൺകുട്ടിയോട് മാപ്പപേക്ഷിക്കുകയും പെൺകുട്ടിയെ പന്തളത്തെ കോവിഡ് സെന്ററിൽ എത്തിക്കുകയും ചെയ്തു. പീഡന വിവരം പെൺകുട്ടി ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചതോടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവതി മൊബൈലിൽ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് നൌഫലിനെതിരെ കേസെടുത്തത്. പ്രതിക്കുള്ള ശിക്ഷ കോടതി വെള്ളിയാഴ്ച വിധിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. കൂടത്തായിലെ കൊലപാതക പരമ്പരയും പ്രതി ജോളിയെയും അറിയാത്ത മലയാളികളുണ്ടാകില്ല. കൂടത്തായി കൂട്ടക്കൊലക്കേസിന്റെ വിചാരണ നടപടികൾ നടന്നുവരികയാണ്. റോയ് തോമസ് വധക്കേസിൽ അറസ്റ്റിലായപ്പോൾ മുഖ്യപ്രതി ജോളി നൽകിയ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 കൊലക്കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തതെന്ന് കോടഞ്ചേരി മുൻ SI KK രാജേഷ് വിചാരണ കോടതി മുൻപാകെ മൊഴി നൽകി. അന്നാമ തോമസ്, ടോം തോമസ്, മഞ്ചാടി മാത്യു, ആൽഫൈൻ ഷാജു എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തത് സംബന്ധിച്ചാണ് കോടഞ്ചേരി മുൻ SI KK രാജേഷ് വിചാരണ കോടതിയിൽ മൊഴി നൽകിയത്. FIR രജിസ്റ്റർ ചെയ്തത് താനാണെന്നും അത് DYSP R ഹരിദാസ് ആണ് റിപ്പോർട്ടാക്കിയതെന്നും 108-ാം സാക്ഷിയായ രാജേഷ് മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് ജഡ്ജി K സുരേഷ് കുമാർ മുൻപാകെ മൊഴി നൽകി. ഓരോ കേസിലും പ്രത്യേക കുറ്റസമ്മതമൊഴികൾ കിട്ടിയിരുന്നു എന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ ചോദ്യത്തിന് താൻ FIR രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് മൊഴി. റോയ് തോമസ് വധക്കേസിൽ അറസ്റ്റിലായപ്പോൾ മുഖ്യപ്രതി ജോളി നൽകിയ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 കൊലക്കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നും രാജേഷ് വ്യക്തമാക്കി. റോയ് തോമസ് വധക്കേസിലെ 89-ാം സാക്ഷി ഡോക്ടർ വേണുഗോപാൽ, 96-ാം സാക്ഷി പോലീസ് വീഡിയോഗ്രാഫർ നിംനേഷ്, SI രാജേഷ് കുമാർ എന്നിവരുടെ എതിർവിസ്താരം പൂർത്തിയായി. മറ്റു സാക്ഷികളുടെ എതിർവിസ്താരം ഏപ്രിൽ 23-ന് തുടരും. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ E സുഭാഷ്, അഡ്വക്കേറ്റ് സഹീർ അഹമ്മദ് എന്നിവർ ഹാജരായി. 1-ാം പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂരാണ് എതിർവിസ്താരം നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തി വന്ന ലഹരികടത്ത് സംഘത്തിലെ പ്രധാനിയായ യുവതി പിടിയിലായി. ഉഗാണ്ട സ്വദേശിനിയായ നാക്കുബുറെ ടിയോപിസ്റ്റയാണ് പിടിയിലായത്. ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തു നിന്നാണ് അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം യുവതിയെ പിടികൂടുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഉഗാണ്ടൻ സ്വദേശിനിയായ നാബുകുറെ ടിയോപെസ്റ്റ. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട നൈജീരിയൻ സ്വദേശികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു.
കുപ്രസിദ്ധ കുറ്റവാളി അരീക്കോട് പൂവത്തിങ്കൽ സ്വദേശി പൂളക്കച്ചാലിൽ വീട്ടിൽ അറബി അസീസ് എന്ന അസീസ്, ഇടവണ്ണ മുണ്ടേങ്കര സ്വദേശി കൈപ്പഞ്ചേരി വീട്ടിൽ ഷമീർ ബാബു എന്നിവരെ ഒരാഴ്ച മുൻപ് 200 ഗ്രാമോളം MDMA-യുമായി അരീക്കോട് തേക്കിൻചുവട് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ബംഗളൂരിൽ നിന്നെത്തിച്ച ലഹരിമരുന്ന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. തുടർന്ന് ഇവർക്ക് ലഹരിമരുന്ന് നൽകിയ പൂവത്തിങ്കൽ സ്വദേശി അനസ്, കണ്ണൂർ മയിൽ സ്വദേശി സുഹൈൽ എന്നിവരെയും പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഉഗാണ്ടൻ സ്വദേശിനിലെത്തിയത്. ഇതോടെ കേസിൽ പിടിയിലാകുന്ന പ്രതികളുടെ എണ്ണം 5ആയി. 10 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പ്രതികൾ ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച വാഹനങ്ങളും വസ്തുവകകളും കണ്ടുകെട്ടാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് വെർച്വൽ അറസ്റ്റിലൂടെ വീണ്ടും തട്ടിപ്പ്. കോഴിക്കോട് സ്വദേശിയായ വയോധികന് 8,80,000 രൂപയാണ് നഷ്ടമായത്. മുംബൈ സൈബർ ക്രൈം ഡെപ്യൂട്ടി കമ്മീഷണറുടെ പേരിലായിരുന്നു വ്യാജ ഫോൺ വിളിയെത്തിയത്. എലത്തൂർ സ്വദേശിയായ വയോധികൻ വർഷങ്ങളോളം മുംബൈയിൽ ജോലി ചെയ്തിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നാട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ്. ജോലി ചെയ്ത കാലത്ത് ഓഫീസിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും കേസ് അവസാനിപ്പിക്കാൻ ബാങ്ക് രേഖകൾ അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഫോൺ വിളി എത്തിയത്. മുംബൈ സൈബർ ക്രൈം ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പരിചയപ്പെടുത്തിയ ആൾക്ക് വയോധികൻ ബാങ്ക് രേഖകൾ അയച്ചു നൽകുകയും ചെയ്തു. പിന്നീടാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായതായി കണ്ടെത്തിയത്. 8,80,000 രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പ് നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. തട്ടിപ്പിലൂടെ നഷ്ടമായ പണം തെലങ്കാനയിലുള്ള അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അക്കൗണ്ട് ഉടമയും ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും എവിടേക്കൊക്കെയാണ് പണം പോയതെന്നും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MLA-യുമായ MC കമറുദ്ദീനും TK പൂക്കോയ തങ്ങളും ED കസ്റ്റഡിയിൽ. സ്വർണ്ണ നിക്ഷേപത്തിന്റെ പേരിലുള്ള കോടികളുടെ തിരിമറിയുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. കോഴിക്കോട് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ചയാണ് ED കമറുദ്ദീനെയും പൂക്കോയ തങ്ങളെയും ED അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ED ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിച്ചാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടത്. ഫാഷൻ ഗോൾഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമെതിരെ 210 കേസുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിലവിലുള്ളത്. ജ്വല്ലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 700ഓളം പേരിൽ നിന്നാണ് നിക്ഷേപം സ്വീകരിച്ചത്. പിന്നീട് നിക്ഷേപ തുക തിരികെ നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് 268 പേരാണ് സംസ്ഥാനത്ത് പരാതി ഉന്നയിച്ചത്. ഇതിൽ 168 കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. കേസുകളിൽ ഇരുവരും അറസ്റ്റിലായിരുന്നു. പിന്നീടാണ് ED അന്വേഷണം ആരംഭിച്ചത്. 150 കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് EDയുടെ നിഗമനം. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ ഫാഷൻ ഗോൾഡിന് അധികാരമില്ലെന്ന് ED കണ്ടെത്തിയിരുന്നു. പ്രതികൾ ഓഹരിയായും വായ്പയായും സ്വീകരിച്ച പണമെടുത്ത് സ്വന്തം പേരിൽ സ്വത്തുകൾ വാങ്ങുകയും പിന്നീട് അവ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തെന്നും ED കണ്ടെത്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുവരുടെയും സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഫാഷൻ ഗോൾഡ് കമ്പനിയുടെ സ്ഥാവര സ്വത്തുൾപ്പെടെ 19.6 കോടി രൂപയുടെ സ്വത്താണ് താൽക്കാലികമായി ED കണ്ടുകെട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികൾക്ക് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി കേസിലെ 5 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു. കുറ്റപത്രം സമർപ്പിച്ചാൽ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെ സമീപിക്കാൻ നേരത്തെ പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു.
വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജുൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവർക്കാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായവും കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലമില്ലാത്തതും പരിഗണിച്ചാണ് ജാമ്യം. കഴിഞ്ഞ ഫെബ്രുവരി 11-നായിരുന്നു 5 പ്രതികളെയും ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 27-നാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. നേരത്തെ കീഴ്ക്കോടതികളും ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതോടെയാണ് പ്രതികൾ ഏറെക്കാലത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങുന്നത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ വിചാരണയുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതി വേഗത്തിൽ കടക്കാനാണ് സാധ്യത. ന്യൂസ് 18 കോട്ടയം. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന ആരോപണവുമായി കുടുംബം. തെളിവുകൾ നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് ജീവനൊടുക്കിയത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ചിറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്തു. അവരെ തിരിച്ചെടുത്ത് ഒട്ടും ന്യായകരമല്ല. കാരണം ഈ ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡിപ്പിക്കുന്ന ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു? തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. ആ മനുഷ്യന് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് കിടന്ന കിടപ്പിലായിപ്പോയി, മിണ്ടത്തില്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ സൊസൈറ്റിക്കാരാണ്. അവരെ അത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ ഇത് അറിയണം. പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്, പ്രതികരിക്കേണ്ടത് തന്നെ ആവശ്യമാണ്. വെറുതെ വിടരുത് ഇവരെ. എന്തു വന്നാലും വേണ്ടുകയില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിത പങ്കാളി പോയി. കാരണം അതുപോലെ വിഷമത്തിലാണ് ഞാൻ കഴിയുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും രാജ്യാന്തര ഭീകരനുമായിട്ടുള്ള തഹാവൂർ റാണ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച റാണയെ NIA കോടതിയിൽ ഹാജരാക്കും. കനത്ത സുരക്ഷയിൽ രഹസ്യമായിട്ടാണ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഭീകരാക്രമണം. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണം. ഞെട്ടൽ വിട്ട ഇന്ത്യ അതിസമർത്ഥമായ നേരിട്ട ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ കസ്റ്റഡിയിൽ. അമേരിക്കയുമായി ദീർഘകാലമായി തുടരുന്ന നയതന്ത്ര ശ്രമങ്ങളുടെ വിജയം. റാണയെ ഇന്ത്യയിലെത്തിച്ചതായി NIA സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകളടക്കം അടച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് റാണയെ വിമാനത്താവളത്തിൽ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് NIA എത്തിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിൽ പാർപ്പിച്ച് വെർച്വലായി കോടതിയിൽ ഹാജരാക്കാനാണ് ആലോചന. റാണയുടെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദ്ര മന്നയെ CBI നിയമിച്ചു. 2009 മുതൽ ലോസ് ആഞ്ചലസിൽ ജയിലിൽ കഴിയുന്ന റാണയെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ശ്രമമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇന്ത്യയിലെത്തിക്കാൻ വഴി തുറന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18.
ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിഭാഗമാണ് പോലീസ്. കോഴിക്കോട് മുക്കത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പ്രതിയും അമ്മയും ചേർന്നാണ്. സമാനമായിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം മലപ്പുറം വളാഞ്ചേരിയിലും നടന്നു. അമിത വേഗത്തിലെത്തിയ കാറ് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ കാറിടിപ്പിച്ച് കൊല്ലാനായിരുന്നു ശ്രമം. CPO മനുവിന് പരിക്കേറ്റു. ഈ കേസിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റസാഖ്, കൂടെയുണ്ടായിരുന്ന ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇരുമ്പിളിയം സ്വദേശി മാതാ കബീറിനും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാവുകയാണ്. നമസ്കാരം.